ഇറാനും പാകിസ്ഥാനും തമ്മിൽ വളരെ നാളായിട്ട് ഒരു ശത്രുതാപരമായ നിലപാടാണ് പുലർത്തിപ്പോകുന്നത്. ഇപ്പം ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ അതിൽ പങ്കെടുക്കുമെന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പങ്കെടുത്തതിൻ്റെ പ്രത്യക്ഷ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനും സൗദി അറേബ്യയായിട്ടും ഭയങ്കര ബന്ധമാണ്. ഇറാന് സൗദി അറേബ്യയെ കണ്ടുകൂടാ. ഇറാൻ സൗദിക്ക് ഇട്ട് താങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് കൂടുതൽ കളിച്ചാൽ പാകിസ്ഥാനിലും കയറി ഞങ്ങൾ അടിക്കുന്ന. പാകിസ്ഥാനെ എന്തിനാണ് ഇറാൻ ആക്രമിക്കുമെന്ന് പറയുന്നത്? പാകിസ്ഥാനെ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അമേരിക്ക തന്നെയാണ് അതിൻ്റെ കാരണം. കാരണം ഇസ്രയേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധമെന്നാണ് അവർ ആരോപിക്കുന്നത്. ബോർഡ് ഓഫ് പീസ് അറിയാമല്ലോ. ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു സാധനം ട്രംപ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മളെയൊക്കെ അതിൻ്റെ ഫൗണ്ടേഷൻ മേക്കർമാരാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇന്ത്യ പറഞ്ഞത് താല്പര്യമില്ലെന്ന് കാണിച്ചു. കാരണം UN മറികടക്കാൻ ട്രംപിൻ്റെ സർവാധിപത്യത്തിൽ ട്രംപിൻ്റെ മരുമോനും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളും എല്ലാം കൂടെ ലോകത്തെന്ത് വേണമെന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ആരൊക്കെ ലോകത്ത് ഭീകരവാദികളാണ്, ആരൊക്കെ ഭീകരവാദികളല്ല, ഏതൊക്കെ രാജ്യത്തിന് ആനുകൂല്യം വേണം, ഏതൊക്കെ രാജ്യത്തെ ആക്രമിക്കണം, ഇത് ഇയാളങ്ങ് തീരുമാനിക്കുക. ബാക്കിയുള്ളവർ ഓക്കെ പറയണം. അതിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതി പറയും. അപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാൻ പറഞ്ഞു, പാകിസ്ഥാൻ്റെ അവസ്ഥ അറിയാമല്ലോ, അമേരിക്ക പറയുന്നത് അതുപോലെ കേൾക്കുക. പാകിസ്ഥാൻ പറഞ്ഞു ഇതിനകത്ത് ഞങ്ങളെയും കൂടെ ചേർക്കണം, അല്ലെങ്കിൽ ചേരണമെന്ന് ട്രംപ് പറഞ്ഞു, ചേർന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇറന്ന് നിന്നാലും അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നാലും ഒക്കെ ഉള്ളൂ എന്തെങ്കിലും നക്കാപ്പിച്ച അവർ കൊടുക്കണ്ടേ. വേറെ ആരും കൊടുക്കത്തില്ല. വേറെ ആരും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അമേരിക്ക ഇടപെട്ടാണ് കൊടുപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാനിലെ അല്ലെങ്കിൽ ഈ ആത്മീയ നേതാവ് ഹുസൈൻ തച്ഫി അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങിന് ഗാസയിൽ അതിൻ്റെ സംവിധാനങ്ങൾ അതിനകത്ത് ബന്ധപ്പെട്ടാൽ ഇതിനകത്ത് ഞങ്ങൾ ആക്രമിച്ചിരിക്കും. കാരണം ഇത് ഈ ഗാസയിലെ സംവിധാനം, അതായത് സയോണിസ്റ്റ് സംഘടനയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. സയോണിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ സംഘടന. ജൂതന്മാരുടെ സംഘടനയെ യാതൊരു കാരണവശാലും അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥ ഇറാൻ ഒരിക്കലുമില്ല. ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യമാണ്. പിന്നെ രണ്ടാമത് സൗദിയെ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. സൗദിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം അറിയാം. പക്ഷെ സൗദിയുടെ കാര്യത്തിനകത്ത് ആക്രമിച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇടപെട്ടാൽ അതിനകത്ത് നിങ്ങളെ ആക്രമിക്കും എന്നുള്ള രീതിയിലാണ് വർത്തമാനം പറഞ്ഞത്. ഇത് വല്ലാത്തൊരു കുരുക്കിലാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ എന്ന് പറയാൻ 4 വഴിക്കൊന്നുമില്ല സിനിമ അടി മേടിക്കുന്ന, അല്ലെങ്കിൽ അടി കൊള്ളാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു താല്പര്യവും ഇനി ലോകത്ത് നടത്താൻ പറ്റാത്ത ഇരന്ന് ജീവിക്കുന്ന രാജ്യമാണെന്ന് അവർ തന്നെ സമ്മതിച്ചുകൊണ്ടേയിരിക്കുന്നു. പല പ്രസ്താവനകളും കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് 4 വഴിക്കുന്നു അടി മേടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് വല്ലാത്തൊരു കുരുക്കിനകത്ത് ഈ ട്രംപ് കൊണ്ടിട്ടുണ്ട്. അറിയാം, ഇവന്മാർ മൊത്തവും ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വ്യോമത്താവളങ്ങളുടെ കേന്ദ്രമാണ്. നമ്മ അടുത്ത് കളിക്കാൻ വന്നപ്പോഴാണ് ഇല്ല നൂർഖാൻ എയർബേസിൽ ഇവന്മാരുടെ ആണെന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ കിരാന ഹിൽസിൽ ഈ അണുവായുധം ശേഖരിച്ചിരുന്നതിൻ്റെ കസ്റ്റോഡിയനും കാവൽക്കാരനും അതിൻ്റെ ഉടമയല്ല ഓനറിയും. ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് നമ്മളെ ട്രംപ് അല്ലെങ്കിൽ മോദി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അവസരം കിട്ടിയപ്പോൾ ഇവൻ ആദ്യം തുടങ്ങുന്നതിന് മുമ്പോട്ടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അണുവായുധം ഇടും. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അവസാനം നമ്മളെ കയറി അടിച്ചപ്പോൾ ഏറ്റവും അവസാനം അണുവായുധം ഇടാൻ കപ്പാസിറ്റി ഉള്ള വ്യോമത്താവളവും അത് ഇരുന്നിടത്ത് നമ്മൾ കൊണ്ടുവന്ന് ബ്രഹ്മോസ് അടിച്ചു. അന്നേരമാണല്ലോ പരസ്യമായിട്ട് ട്രംപ് പറഞ്ഞാൽ അടി എവിടെ കിട്ടിയെന്ന് മനസ്സിലായില്ല. അമേരിക്കൻ പട്ടാളക്കാരുൾപ്പെടെ അതിൻ്റെ കീഴിൽ മരിച്ചതാ. അടി എവിടെ കിട്ടിയെന്ന്. അപ്പം അത് അന്നും അമേരിക്കയുടെ ആണ്. അതിനുശേഷം അമേരിക്ക പ്രത്യക്ഷത്തിൽ ഈ പരസ്യമായിട്ട് പാകിസ്ഥാൻ്റെ കൂടെ. മാത്രമല്ല നമ്മുടെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും വീണു. ആഭ്യന്തര വിഷയവും പാകിസ്ഥാൻ്റെ 4 വഴിക്കുന്നുള്ള ആക്രമണം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആക്രമിക്കുന്നു, തെഹ്രീക്കെ താലിബാൻ ആ ബോർഡറിൽ ആക്രമിക്കുന്നില്ലേ, ചൈനയ്ക്ക് നമ്മളുമായിട്ട് സൗഹൃദം കൊണ്ട് പഴയ പോലെ സഹായിക്കാൻ പറ്റുന്നില്ല, സഹായിക്കാൻ വരുന്ന അഫ്ഗാനിസ്ഥാന് കഴിവോ പ്രാപ്തിയോ ഇല്ല, അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ സഹായിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരിക. അതുപോലെ തുർക്കിയുടെ അവസ്ഥ, തുർക്കിക്ക് സഹായിക്കാൻ താല്പര്യമുണ്ട്. ഈ പറഞ്ഞ ഏറ്റവും അവസാനം ഡൽഹി സ്ഫോടനം വന്നതിന് ശേഷം അവർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് മേപ്പോട്ട് വന്ന വിമാനം താപ്പോട്ട് അങ്ങോട്ട്. തുർക്കിക്ക് അറിയത്തില്ല എവിടെ നിന്നാ പറ്റിയത്, എന്തോ പറ്റിയത്. അപ്പോൾ തുർക്കിക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇടപെടാൻ വകുപ്പ് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യ ആയതുകൊണ്ട് പല രീതിയിലുള്ള ഭയമുണ്ട്. മാത്രമല്ല ഇപ്പൊ രാജസ്ഥാനിൽ നമ്മൾ കണ്ടില്ലേ ഒരുക്കം, അത് അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരുക്കത്തോടു കൂടി അവിടുത്തെ സൈനിക ബലം ഇങ്ങോട്ട് അല്ലെങ്കിൽ പട്ടാളക്കാർ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കൂടുതൽ രീതിയിൽ ആക്രമിക്കാൻ അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം കൃത്യമാണ്. വ്യോമാക്രമണം എന്ന് പറഞ്ഞാൽ അവിടെയെങ്കിലും വലിയ വിമാനവും കാര്യങ്ങളും ഒന്നും ഇല്ലാതിട്ട് പോലും ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്കൂടെ വല്ലാത്തൊരു കുരുക്കിലാണ് അമേരിക്ക ബന്ധപ്പെട്ടിരിക്കുന്നത്. കുരുക്കിലെന്ന് പറഞ്ഞാൽ ഇപ്പം
ഈ ഖമേനിയെ കൊന്ന ഓപ്പറേഷൻ്റെ ബേസ് പാകിസ്ഥാനായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ബേസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയുന്നില്ല. അതിൻ്റെ ഒരു കാരണം പറയുന്നത് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ ഇസ്രയേൽ തയ്യാറായിരുന്നു പാകിസ്ഥാനോടുള്ള വൈരാഗ്യം കൊണ്ട്. അപ്പം ഈ തിരിച്ച് അവരെ ആക്രമിച്ചതിന് ശേഷം അതിനകത്ത് ഇന്ത്യയുടെ ഇടപെടൽ വന്നു. അതറിഞ്ഞുകൊണ്ട് ട്രംപ് പറഞ്ഞു ഇത് അഫ്ഗാനിസ്ഥാനെ ഇസ്രയേൽ കയറി സഹായിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം തീരും, അതിനൊരു കാര്യം ചെയ്യും, ഒരു കോംപ്രമൈസ് ഉണ്ട്, നിങ്ങൾ ആ ബേസ് ഈ ഇറാനെ ഖമേനി അങ്ങ് ആക്രമിച്ച അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ ബേസ് ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും തരുന്നില്ല. അപ്പം അതോടുകൂടി വൈരാഗ്യം അങ്ങ് മാറി കിട്ടും, ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ലേ, ആ രീതിയിലുള്ള സംസാരം. ഇതോടുകൂടി ഈ പൊട്ടം നിവർത്തിയില്ല, കൊടുത്തു കാണും, അടിച്ചു കാണും. ഇത് ഇറാൻ പരസ്യമല്ലെങ്കിലും രഹസ്യമായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും, ബോധ്യപ്പെട്ട് വരുന്ന ഒരവസ്ഥ. എന്നാൽ ഇറാന് പിന്നെ അതിപ്പരം ഒരു ശത്രുത വേണ്ടല്ലോ. ഇറാന് പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട്, ബോർഡറിൽ വിഷയമുണ്ട്, അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനം പാകിസ്ഥാൻ അവിടോട്ട് കടന്നു കയറ്റുന്ന ആക്ഷേപം നേരത്തെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖമേനിയുടെ അനുശോചനം ഇതുവരെ ഇല്ലാത്തോളം രേഖപ്പെടുത്തി. രണ്ടാം കപ്പൽ മുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇടപെട്ട്, ഒരു കപ്പൽ അവന്മാർ കീഴിക്കൂടെ മുക്കി നമ്മൾ ഇടപെട്ട് തിരിച്ചു വിട്ടു. അപ്പം നമ്മൾ പ്രതിരോധ മന്ത്രിയുമായിട്ട്, ഇറാനിലെ പ്രതിരോധ മന്ത്രിയുമായിട്ട് സംസാരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമൊന്നുമില്ല, നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. എന്നാൽ ഇറാൻ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ സഹായിക്കുന്നത്. ഇന്ത്യൻ നേവി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ഇറാൻ വന്നിച്ച് പറയും ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങളുടെ കപ്പൽ ഇതുപോലെ മുങ്ങിയിട്ടുണ്ട്, രക്ഷപ്പെടാൻ പറ്റുന്ന രക്ഷ. ഇവിടെ ഒരു യുദ്ധക്കുറ്റം കൂടെ അമേരിക്ക ചെയ്തു. കാരണം ഒരു ടോർപിഡോ വെച്ച് ഒരു കപ്പലിനെ തകർത്താൽ ആ കപ്പലിൽ ഉണ്ടാകുന്ന എല്ലാ നാശനഷ്ടം, ഇപ്പോൾ കുറേ പേര് വെള്ളത്തിൽ വീഴും, കുറേ പേര് ജീവന് വേണ്ടി പോരാടും. അങ്ങനെയുള്ളവരെ രക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയാണ്. അമേരിക്ക അത് ചെയ്തില്ല. എന്നിട്ട് അമേരിക്ക ശ്രീലങ്ക നേവി എടുത്ത് വിളിച്ചു പറയുന്നത് ഞങ്ങൾ കപ്പൽ മുക്കിയിരുന്നു. ഇവിടെ ഇറാൻ്റെ അടുത്ത് പറയുകയാണ് നമ്മുടെ ഒരു സഹായത്തിന് വരണമെന്ന് പറയും. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഇന്ത്യൻ നേവിയുടെ കപ്പൽ സഹായത്തിനായിട്ട് ശ്രീലങ്കൻ തീരത്തേക്ക് പോയത്. അപ്പോൾ ഇന്ത്യയെ സഹായിച്ചില്ല എന്നൊക്കെ പറയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളൊരു വലിയ നോട്ടൊക്കെ ഇറങ്ങുക. അപ്പോഴാണ് ഇവിടെ നമ്മൾ വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞത് അതുകൊണ്ടാണ്, ഇപ്പോൾ പറഞ്ഞില്ലേ, ഭയങ്കര തന്ത്രപരമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സംഭവം നടന്നു കഴിഞ്ഞല്ലോ. അപ്പം ഇറാൻ്റെ അടുത്ത് നമ്മൾ ഈ വിഷയം ഇറാനകത്തു നിന്നാണ് പാകിസ്ഥാനെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ബേസ് ഉപയോഗിച്ചത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ബോധ്യപ്പെട്ട് ഖമേനിക്ക് ദുഃഖാചരണം, അല്ലെങ്കിൽ ഖമേനി മരിച്ചതിനകത്ത് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അവിടുത്തെ വിദേശകാര്യമന്ത്രി വിളിച്ച് സംസാരിച്ചു. അപ്പം നമ്മളെ ആവശ്യമുള്ളപ്പം സഹായിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആണെന്നുള്ളത്. അപ്പം ആ ഒരു സൗഹൃദം നിലനിർത്തി. അപ്പം ഇതിനകത്ത് ഈ പാകിസ്ഥാനോട്ടുള്ള വൈരാഗ്യം നമ്മൾ ആ സമയം നമ്മൾ അവരോടുള്ള സൗഹൃദം വീണ്ടും നമുക്ക് സൗഹൃദം ഇല്ലെന്നുള്ളതല്ല, കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഇവൻ അടി കൊടുക്കും. ഇപ്പോൾ ഇറാൻ ശത്രുവായോ? ഈ നേരത്തെ തന്നെ ഇസ്രായേൽ ശത്രുവാണോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാം കൊണ്ടും പാകിസ്ഥാനെ 4 വഴിക്കൊന്നും വളഞ്ഞ് വെച്ച് അടിക്കുന്ന സാഹചര്യത്തിൽ അടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അകത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറാന്റെ കിട്ടുക. ഇറാൻ ഇപ്പം വേറെ കാര്യമുണ്ട് സിനു, ഇറാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഒരുങ്ങണ്ട. ഇറാൻ സർവ 4 വഴിക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഇവിടെ കൂടെ ഏറ്റവും പോവാം. അതാണല്ലോ ഈ ബേസ് ഉപയോഗിക്കാൻ പറ്റുക. ഇറാൻ അതിർത്തി ബോർഡറല്ലേ പാകിസ്ഥാനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരടിക്കും. കാരണം ഒന്നാമത് സുന്നി രാജ്യം കൂടെ മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് ആഭ്യന്തര വിഷയമുണ്ട്. അമേരിക്ക ഇതിനകത്ത് ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ കോൺസുലേറ്റിനകത്ത് കയറി അടിച്ച് അമേരിക്കൻ മെറീനുകൾ വരെയെല്ലാം വെടിവെച്ചു. നമുക്ക് ബോധമില്ലല്ലോ. കയറി കഴിഞ്ഞാൽ അമേരിക്ക ഡയറക്റ്റ് വെടിവെക്കുന്നു. വെടിവെച്ച് എത്ര പേര് എടുത്തു? 50 പേര് മരിച്ചതാ. അപ്പൊ ഇതിന്റെ കൂടെ അതിനകത്ത് 20% ഈ ഇറാനെ അനുകൂലിക്കുന്ന ഷിയാക്കാരുണ്ട്. ആഭ്യന്തര യുദ്ധം അതിനകത്ത് തന്നെ അല്ലെങ്കിൽ ഷിയാക്കാരുണ്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് വല്ലാത്തൊരു കാര്യമാണ്. ഇറാൻ കൃത്യമായിട്ട് പാകിസ്ഥാന് താക്കീത് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം ഇറാനെ ആക്രമിക്കുന്നതിന് പാകിസ്ഥാൻ ബേസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത വ്യക്തമല്ലാതെ ബലപ്പെടുന്നുണ്ട്. അതിന് വാസ്തവം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അറിഞ്ഞിട്ടുണ്ടോ ഇറാൻ എന്നുള്ള കാര്യം അറിയത്തില്ല. ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടനടി അടിയിച്ചു. കാരണം പാകിസ്ഥാന്റെ ബേസുകൾ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ നിന്നാണ് ആക്രമണം നടത്തിയെന്നുള്ള വ്യക്തമായ ചില സൂചനകൾ ഇറാൻ ലഭിച്ചു. അതുകൊണ്ടാണ് ഇറാൻ കൃത്യമായിട്ട് പറയുന്നത് എടാ പാകിസ്ഥാനെ അടി ഉറപ്പാ. അതിന് യാതൊരു സംശയമില്ല. കാരണം നോക്കിയിരിക്കുന്നതും ക്ഷമിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. കാരണം അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ക്ഷമിക്കുന്ന ഒരവസ്ഥ ഇല്ല. പാകിസ്ഥാൻ അടി മേടിച്ച് പൊച്ചം തിരിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.